പക്ഷേ ഞാൻ ഇന്നലെ മരത്തിൽ കെട്ടിയിട്ടത് പിന്നെ എങ്ങനെ? ആ എണീറ്റു. ഇതിന് ഞാൻ എവിടെ ഒളിപ്പിക്കും? നിക്കിനെ നീയാണോ തുറന്നിട്ടെ? അല്ല, ഞാനിപ്പോ എണീറ്റതേ ഉള്ളൂ. എന്തേ? അല്ല, ഞാൻ ചെന്നപ്പോ കൂട് തുറന്നെടുക്കുന്നു. ആണോ? ദേ എണീറ്റോ? ഇല്ലെന്ന് തോന്നുന്നു. ഇന്ന് പിന്നെ സ്കൂളില്ലല്ലോ, പിന്നെ ഞാൻ വിളിക്കാനും നിന്നില്ല. പിന്നാരാ കൂട് തുറന്നു വിടാൻ? നിക്കി എന്ത് പറഞ്ഞു? നിക്കിനോട് ഞാൻ ചോദിച്ചു. അവള് പറഞ്ഞത് അവൾ എണീറ്റപ്പോ കൂട് തുറന്നെടുക്കായിരുന്നു എന്ന്. അതെനിക്ക് അത്ര വിശ്വാസമായിട്ടില്ല. ഓഹോ, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അങ്ങനെ വരട്ടെ. എന്ത് മനസ്സിലായി? എന്താ കാര്യം? ഞാൻ അന്നേ പറഞ്ഞല്ലേ എനിക്ക് ഗ്രില്ലിന്റെ ഇടയിൽ കൂടെ കൈയിട്ട് കൂട് തുറക്കണുണ്ട്. അവള് തന്നെ ആയിരിക്കും ചെടീനകത്ത് കൊണ്ടുപോയി വെക്കുന്നത്. ഏയ്, ആണോ? ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ എങ്ങനെ അകത്ത് വെക്കുന്നത്? ഡോറ് ലോക്കല്ലേ? അത് ദിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ദിയ? അവള് പക്ഷെ എന്റെ കൂടെ എന്താ നിക്കി? അപ്പുറത്തെ റൂമിൽ ചേച്ചി അമ്മയും കൂടി നമ്മളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളാണത്രേ ടെഡീനകത്ത് എടുത്തുകൊണ്ട് വയ്ക്കുന്നത്. അവർക്കെന്തോ സംശയം തോന്നിയിട്ടുണ്ട്. അതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംശയം? അത് അമ്മ രാവിലെ വന്നപ്പം എന്റെ കൂട് തുറന്നു കിടക്കായിരുന്നല്ലോ, അപ്പൊ ഡൗട്ട് അടിച്ചതായിരിക്കും. പക്ഷെ നമ്മളല്ലല്ലോ അത് ചെയ്തത്. അല്ല, നമ്മളൊന്നും ഒരു തവണയല്ലേ ചെയ്തുള്ളൂ ചേച്ചിക്ക് ഒരു പണി കൊടുക്കാൻ. അതെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെടി അകത്ത് വരുന്നത്? എന്നാ ഇതിന് പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. ഇന്നലെ എനിക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? ഇല്ല. ആരെ ഓടുന്ന പോലെ തോന്നി ഞാൻ ഇറങ്ങി ചുറ്റും നോക്കിയായിരുന്നു, പക്ഷെ ഒന്നും കണ്ടില്ല. എനിക്ക് ഇപ്പൊ തോന്നുന്നു ദിയമോൾ അന്ന് പറഞ്ഞ പോലെ എന്താണോ എന്ന്. അല്ല, ഇനി അന്നത്തെ പോലെ ചെടിയുടെ ദേഹത്ത് വല്ല പ്രേതവും? അല്ല, പേടിക്കാൻ പറഞ്ഞല്ല, ഞാനൊരു സംശയം പറഞ്ഞതാ. ഹലോ. ആ ഹലോ. ചേച്ചി രണ്ടുപേരും ബിസിയാണോ? ബിസി അല്ലെങ്കിൽ നിങ്ങളോട് രണ്ടുപേരോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പ്ലീസ് കം വിത്ത് മീ. ഷുവർ ഷുവർ. നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാനായിരിക്കും. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. കുറച്ച് ചാടിയിട്ട് നിന്നാൽ മതി കേട്ടോ. ബാ ഇരിക്ക്. ഓ സാരമില്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഇരിക്കുന്നേ. അല്ലേ വേണ്ട, ഞങ്ങളിവിടെ നിന്നോളാം. ഇരുന്നോ? എന്നാ ഞാൻ ഇരുന്നേക്കാം. പറയൂ. എന്തേലും ചെയ്യും. കം ടു ദ മാറ്റർ. എനിക്കറിയേണ്ടത് ആ ചെടീനെ ഇടയ്ക്കിടയ്ക്ക് അകത്തോട്ട് കൊണ്ടുപോയി വെക്കുന്നത് നിങ്ങളാണോ? അല്ല, പക്ഷെ അത് ആരാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ആരാ? പറ പറ. നിക്ക്, അതങ്ങ് പറഞ്ഞോട്. ആരാ നിക്കി? അത് ചേച്ചിയാണെന്നാണ് ഇത്രയും ദിവസം ഞങ്ങൾ വിചാരിച്ചു വെച്ചോണ്ടിരുന്നത്. ഓഹോ, എന്നിട്ട് പക്ഷെ ചേച്ചി അല്ല എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി. ചേച്ചി ആ ടെഡീനെ കളയാൻ പോയത് നിക്ക് കണ്ടിരുന്നു. ആ കളഞ്ഞ സ്ഥലത്ത് ഞാൻ പോയി നോക്കുകയും ചെയ്തു. അവിടുന്ന് എനിക്കൊരു അയ കിട്ടണ കയറും കിട്ടി. കയറ് മാത്രം? അല്ലാതെ നീ ആ ചെടീനെ അഴിച്ചു കൊണ്ടിട്ട് അകത്ത് കൊണ്ടുപോയി വെച്ചിട്ടില്ല? ഇല്ല, വെച്ചിട്ടില്ല. പിന്നെ രാവിലെ നിക്കിന്റെ കൂടെ എങ്ങനെ തുറന്നു കിടന്നു? ഞങ്ങൾക്കറിയില്ല. സത്യം പറഞ്ഞോ ദിയ മോളെ? നിങ്ങൾ അറിയാതെ തുറക്കൂല. മര്യാദക്ക് പറഞ്ഞോ. ഇനി ദിയമോളോട് ചൂടാവണ്ട. നടന്നെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ രാത്രി അമ്മേനെ കൂട്ടിലാക്കിയതിന് ശേഷം അപ്പം നിങ്ങളല്ല ചെടീനകത്ത് കൊണ്ടുവന്നത് അല്ലേ? ഒരിക്കലും അല്ല എന്ന് മാത്രമല്ല, ടെഡീനെ അങ്ങനെ ആരും കൊണ്ടുവരുന്നൊന്നുമല്ല. പിന്നെ എങ്ങനെ ചെടി ഓരോ തവണയും അകത്തോട്ട് വരുന്നത്? ഞങ്ങളുടെ ഒരു സംശയമാണ്, പക്ഷേ അതന്നെയാവും സത്യം. കിടന്ന് വലിച്ചു നീട്ടാതെ കാര്യം പറയണ്ടോ നിങ്ങള്? പറയുമ്പോ ചിലപ്പോ പേടി തോന്നുമെങ്കിലും സത്യം നമ്മൾ അംഗീകരിച്ചേ മതിയാവും.
എത്ര നമ്മൾ വലിച്ചെറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ആ ടെഡി ഈ വീട്ടിലോട്ട് തന്നെ കയറി വരുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ: പ്രതികാരം. നമ്മളോടെല്ലാവരോടുമുള്ള നല്ല കട്ട പ്രതികാരം. ആരോട് പ്രതികാരം? നമ്മളോട് തന്നെ. പക്ഷെ അത് വേറെ ആരുടെയല്ല. വർഷങ്ങൾക്ക് മുമ്പ് മാർക്കണ്ഡേയനാൽ നമ്മൾ ഒഴിപ്പിച്ച എന്നെ മരിച്ചുപോയ അപ്പൂപ്പന്റെ പ്രതികാരം. യെസ്, നിക്കിന്റെ അപ്പൂപ്പൻ ടെഡീന്റെ മേത്ത് വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മളിനി എത്ര വലിച്ചെറിഞ്ഞാലും ആ ടെഡി വീണ്ടും വീണ്ടും ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കും, അതിന്റെ പ്രതികാരം തീരുന്നത് വരെ. അയ്യോ എന്റെ ദൈവമേ. നമ്മുടെ ദൈവമേന്ന് പറ. ചേച്ചി ഇപ്പൊ പേടിക്കണ്ട, തൽക്കാലം ഇവിടെ ടെഡി ഇല്ലല്ലോ. എന്താ എന്താ ഏ? ഓ, ജനല് തുറന്ന് മലത്തിട്ടേക്ക. അത് ഈ കറി സ്മെല്ല് പോകാൻ വേണ്ടിട്ടാണ്. ഇന്ന് മുതൽ രാത്രി ഒരു ജനലും ഇവിടെ തുറക്കരുത്. അതെന്താ, പൂച്ച നിറന്ന് വിചാരിച്ചിട്ടാ? പൂച്ചയാണെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു. ഇതിപ്പം എന്താടി നിനക്ക് വയ്യേ? ഹോംവർക്ക് ചെയ്യാൻ മറക്കണ്ട, രാവിലെ സമയം കിട്ടൂല. ആ എന്നാ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം നമുക്കത് നോക്കിയാൽ മതി. അതെ, സകല വാതിലും ജനലും ലോക്ക് ചെയ്തിട്ട് വേണം കിടക്കാൻ. മറന്നു പോകരുത്, ഇവൻ ബാത്റൂമിൻ്റെത് വരെ. ടെഡി അകത്ത് കയറാതിരിക്കാനാണോ? അതെ, അല്ലാതെ എന്തിനാ? ഇത്രയും പ്രേതങ്ങളെ കണ്ട ചേച്ചി തന്നെ ഇത് പറയണം. എന്ത്? ചേച്ചി, നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ടെഡി അകത്ത് വരും. അതെ, അവർക്കകത്ത് കയറാൻ വാതിലും ജനലൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ചെറിയ ഗ്യാപ്പ് മതി. ആ വെന്റിലേറ്റർ ഗ്യാപ്പ് കൂടെ വരെ അവര് കേറും. ആ വാതിലിനടിയിലെ ചെറിയ വിടവിലൂടെയും അവര് കയറും. അങ്ങനത്തെ ഒരൈഡിയും ആത്മാക്കളുടെ അടുത്ത് നടക്കൂല. അപ്പോ ചെടീനെ തടയാന് ഒരു വഴിയില്ലെന്നാണോ നിങ്ങൾ പറയണത്? ടെഡിയുടെ ദേഹത്ത് കയറിയത് ഗോസ്റ്റ് ആണെങ്കിൽ എനിക്ക് ഒരു വഴിയില്ല. അത് ശരി. അല്ല, നിന്റെ അപ്പൂപ്പന്റെ പ്രേതാണെങ്കിൽ എന്റെ റൂമിലോട്ട് എന്തിനാ കയറുന്നത്? നിന്റെ കൂട്ട് കയറിയാ പോരെ? അതെനിക്കറിയില്ല. ചിലപ്പോ അപ്പൂപ്പന് എന്തെങ്കിലും പ്ലാൻ കാണും. അല്ലെങ്കിൽ അതെന്റെ അപ്പൂപ്പനാവൂല, പിന്നെ ചേച്ചിയുടെ അപ്പൂപ്പൻ വല്ലതും ആയിരിക്കും. അല്ല, നിങ്ങൾ പേടിക്കണ്ട, ഞാനൊരു സാധ്യത പറഞ്ഞുള്ളൂ. അമ്മേനോട് പറയണോ ചേച്ചി? നിനക്ക് ഇപ്പൊ പറയണ്ട. ആദ്യം ചെടി ആരാന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാവട്ടെ, അല്ലെങ്കിൽ അമ്മ നമ്മൾ പറയണ വിശ്വസിക്കൂല. അതാ നല്ലത്. അപ്പോ ഇനി എന്താ പ്ലാൻ? ഇനി എന്തോന്ന് പ്ലാൻ? ഞാൻ പോയി ഹോംവർക്ക് ചെയ്യട്ടെ. ഷടാ, ഈ നോട്ട് എവിടെ പോയി? ആ,
ഈശ്വര, ഹോംവർക്ക് എല്ലാം കംപ്ലീറ്റ് ആണല്ലോ. ഇതാരാ ചെയ്തത്?